ഹലോ, വെൽക്കം ബാക്ക്. ഇന്നിതാ നെയ്പ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് അരിയെല്ലാം കുതിർത്ത് അരച്ചിട്ടല്ല ഉണ്ടാക്കുക. അപ്പോൾ ഇത് അങ്ങനെയല്ല ഉണ്ടാക്കുന്നത്. നമ്മുടെ പുട്ടുപൊടിയില്ല അത് മാത്രം വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കറിയൊന്നും വേണ്ട, നല്ല മൊരിഞ്ഞ പോലെ ആയിട്ടുള്ള നെയ്പ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും പുട്ടുപൊടി കൊണ്ട് തന്നെ. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കാത്ത നെയ്പ്പത്തിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അതിന് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നാൽ തന്നെ നമുക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഞാൻ പത്തിൽ പൊടിയോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല, വെറും പുട്ടുപൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇതാ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ അജ്മി എന്ന ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് പുട്ടുപൊടി കൊണ്ടും ഇത് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പം വീഡിയോ എടുക്കുമ്പം അജ്മി എന്ന ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴക്കാനായിട്ട് ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പുട്ടുപൊടി ആയതുകൊണ്ട് തന്നെ നല്ല തിളച്ച വെള്ളം വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നല്ല സോഫ്റ്റായിട്ടും നല്ലൊരു ഇതായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിൽ കിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡായി ഒരു കഴിക്കാൻ ടേസ്റ്റ് ഇല്ലാത്ത നെയ്പ്പത്തിലായിരിക്കും കിട്ടാൻ. അപ്പം ഇതാ ഞാൻ കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 2 കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തിളച്ച വെള്ളമാണ് ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിങ്ങനെ കുഴച്ചെടുക്കുന്നുണ്ട്. തിളച്ച വെള്ളം ആ ഒരു തിളയോടെ തന്നെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായിരിക്കണം കേട്ടോ. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഞാൻ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ അജ്മി ബ്രാൻഡ് ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ. ഞാൻ എല്ലാ പുട്ടുപൊടി കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. വീട്ടിലുണ്ടാക്കിയിട്ടുള്ള പുട്ടുപൊടിയില്ല അതുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഈസ്റ്റേൺ ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടി ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ കയ്യിൽ ആ ഒരു അജ്മി എന്ന ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയായിരുന്നു ഉണ്ടായിരുന്നത്. കുറച്ച് തരി പോലുള്ള പുട്ടുപൊടി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് അരി. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ അളവിൽ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും അരിപ്പൊടീൻ്റെ. അപ്പം ഇതാ ഞാനിവിടെ ഒരു 2 കപ്പും പിന്നെ കുറച്ചും കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിലാണ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇനിതാ മിക്സിയിലെ ചെറിയ ജാറിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതാ ഒരു ചെറിയ കപ്പിൽ ഫുള്ളായിട്ടും തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങ കുറച്ച് കൂടുതലെടുത്താൽ നെയ്പ്പത്തിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇത് അതിലേക്ക് 6-7 കുഞ്ഞുള്ളി തൊലി കളഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെയ്പ്പത്തിൻ്റെ മെയിനായിട്ടുള്ള ജീരകം ഇല്ലേ, അത് ഇട്ട് കൊടുക്കണം. അപ്പം പെരുംജീരകമാണ്, വലിയ ജീരകമാണ് എടുക്കേണ്ടത്. അത് ഞാനിതാ ഒരു 3/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിതാ 1/4 കപ്പിനടുത്തായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒതുക്കിയിട്ടെടുക്കണം. നല്ല ഫൈനായിട്ട് അരിഞ്ഞു പോകണ്ട, ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇതാ ഞാൻ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരിഞ്ഞു പോകരുത്. നമ്മൾ ചമ്മന്തിയെല്ലാം ഉണ്ടാക്കുന്ന ആ ഒരു ഇതിൽ വേണം പിന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത്രയും വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സീൻ്റെ ആ ഒരു ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ അത് നമ്മളെ ആ ഒരു അരിയിലേക്ക് ഇട്ട് കൊടുക്കാം. പുട്ടുപൊടീൻ്റെ ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മൾ അതൊന്നിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും കുറച്ചൊന്ന് ചൂടൊക്കെ ആറിയിട്ടുണ്ടാവും. ഇനിയിതാ തേങ്ങ ഒതുക്കിയതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിതാ നമുക്ക് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ആ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതാ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പിലും കുറവായിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം വെള്ളം ഞാൻ പിന്നെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ആദ്യം ചേർത്തിട്ടുള്ള ചൂടുവെള്ളം പിന്നെ ആ ഒരു മിക്സി കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അധികം ലൂസായി പോകാൻ പാടില്ല. അപ്പോൾ കുറച്ചൊരു കട്ടിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ച് ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. കുറച്ചൊരു ടൈം എടുത്തിട്ട് മിക്സ് ചെയ്താലും അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ ആക്കിയാൽ കൈമേൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ വേണം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഒന്നും കൂടി കുഴച്ചെടുക്കുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ഇതിൽ ഞാൻ വേറെ പത്തിരിപ്പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല, വെറും ആ ഒരു പുട്ടുപൊടിയാണേ ഉള്ളൂ. അപ്പം ഇതാ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മുടെ കറിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമില്ല, ആ ഒരു ടൈം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതേപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചെടുക്കണേ. ഈ കുഴച്ചെടുക്കുന്ന സ്റ്റെപ്പ് മെയിനാണ്. നന്നായി കുഴച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പരത്തിയെടുക്കുന്ന ടൈമിൽ ഇങ്ങനൊരു വിണ്ട് കയറിയത് പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, കൈമേൽ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ. ഞാനിപ്പം നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമ്മൾ കറിയെല്ലാം ഉണ്ടാക്കുന്ന ആ ടൈം വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇത് ഞാൻ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നുണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ ഒന്ന് റെസ്റ്റ് ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇങ്ങനെ കറി ആക്കുന്നില്ല, മുമ്പായിട്ട് ഇങ്ങനെ കുഴച്ച് വെക്കാറാണ്. ഇനി നമുക്കിത് പിന്നെ പരത്തിയിട്ടെടുക്കാം. കൈമേൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല, ആ ഒരു രീതി വേണം കിട്ടാൻ. ഈ ഒരു ടൈറ്റിൽ നമുക്ക് പരത്തിയെടുത്താൽ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. നമ്മൾ ലൂസായിട്ട് പിന്നെ അരി അരച്ചെടുക്കുന്നതാണെങ്കിൽ എണ്ണ കുടിച്ചു പോകട്ടോ. അപ്പോൾ ഇത് നമ്മൾ സാധാ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും നെയ്പ്പത്തിൽ ഉണ്ടാക്കുമ്പം ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ലൂസായിട്ട് എടുത്താൽ എണ്ണ നന്നായിട്ട് കുടിച്ചു പോകും. അപ്പോൾ കൈവെള്ളയിൽ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പറിലാണ് പരത്തിയെടുക്കുന്നത്. നമുക്ക് ഫോയിലോ വാഴയിലയിലോ എങ്ങനെയാണെങ്കിലും ഒന്ന് പരത്തിയെടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ചൊന്ന് എണ്ണ തടവി കൊടുക്കണം. ഇനി നമുക്ക് ഇങ്ങനെ കൈ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. അപ്പം അധികം തിന്നായിട്ട് പരത്തി കൊടുക്കാൻ പാടില്ല. അധികം നൈസായിട്ട് പരത്തിയാൽ നമ്മൾ എണ്ണയിലിട്ടാൽ അത് പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ കുറച്ചൊരു കട്ടിയിൽ, അധികം കട്ടിയാകാനും പാടില്ല, അപ്പോൾ നമുക്ക് വെന്ത് കിട്ടില്ല. ഈ ഒരു രീതിയിൽ പരത്തിയെടുക്കണം. അപ്പോഴേക്കും ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നെയ്പ്പത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ വേണം ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നിങ്ങൾ എണ്ണയിലിട്ടപ്പോൾ മനസ്സിലായില്ലേ, ആ ഒരു ഇതിൽ വേണം, ലൂസായിട്ട് ആകാൻ പാടില്ല. ലൂസായാലാണ് നമുക്ക് എണ്ണ കുടിച്ചു പോകുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ നന്നായിട്ട് വീർത്ത് വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് അപ്പുറം കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരുമ്പോൾ നമുക്ക് ഓയിൽ നിന്ന് മാറ്റാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുഴുവനായിട്ടും നെയ്പ്പത്തിൽ ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അരി കുതിർക്കാനൊന്നും നിൽക്കണ്ട. പുട്ടുപൊടി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ആദ്യം അരി കുതിർച്ചിട്ടില്ല, നെയ്പ്പത്തിൽ ഇന്ന് ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അരിപ്പൊടി കൊണ്ട് പുട്ടുപൊടി കൊണ്ട് നെയ്പ്പത്തിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇത് ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും, പക്ഷേ നമുക്കിങ്ങനെ ചിലർക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് പുട്ടുപൊടി കൊണ്ട് കിട്ടാറില്ല. ഈ രീതിയിലൊന്ന് എന്തായാലും ട്രൈ ചെയ്യുന്നാൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്പ്പത്തിൽ തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു കളറാകുന്ന ആ ഒരു രീതിയിൽ വരെ നമുക്ക് എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ഒരു കളറായിട്ട് നമുക്ക് നെയ്പ്പത്തിൽ കിട്ടുന്നതാണെങ്കിൽ. അപ്പം മുഴുവനായിട്ട് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഒട്ടും തന്നെ എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നമുക്ക് ചിലപ്പോൾ നെയ്പ്പത്തിലൊക്കെ പൊരിച്ചാൽ നന്നായിട്ട് എണ്ണ കുടിച്ചു പോവും. അത് നമ്മുടെ അരിയില്ലേ, അപ്പോൾ അരി അരച്ചെടുക്കുന്ന ടൈമിൽ അല്ലെ അരി കുഴച്ചെടുക്കുന്ന ടൈമിൽ നമ്മുടെ ഒരു ലൂസായി പോയാലാണ് കേട്ടോ എണ്ണ കുടിച്ചു പോകുന്നത്. അതുപോലെ പിന്നെ തിളക്കാത്ത എണ്ണയിലേക്ക് ഇട്ടാലും എണ്ണ കുടിച്ചു പോകും, അതൊന്ന് ശ്രദ്ധിക്കണേ. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. മേൽഭാഗം നല്ല മൊരിഞ്ഞ പോലെയോ പിന്നെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.